അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ്, നേരത്തെ അല്ല, ഇന്നലെ ഒരു 12 മണിയൊക്കെ എണീറ്റ്, ഇപ്പോൾ ഒരു 10 മണിക്ക് എണീറ്റുണ്ട്. എന്താ ചെയ്യുക, ഒരു 7 മണിക്കൊക്കെ അലാറം വെച്ചാട്ടോ, എന്നിട്ട് എണീറ്റ് 10 മണിക്ക്. പക്ഷേ ഇനി പോയി പല്ല് തേക്കണം, കുടിക്കണം. ഇത് കുറച്ച് തിരക്കുള്ള പറ്റി. കോഴി ഇവിടെ മുട്ടിടാം, നമ്മളെ മുട്ടയിട്ട് വെച്ചിരിക്കണേ. ഇത് കൊണ്ടുവച്ചിട്ട് പല്ല് കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് കുടിക്കുക. ഇവിടെ പഴം ഉണ്ട് കേട്ടോ, പഴം പൈത്തുണ്ടോന്ന് ഇതാക്കണം. ഒരു പഴം പൈത്തുണ്ട്, കൊല വെട്ടി വെച്ച് ചാക്കിലാക്കണം. ഈ മുട്ട എന്തായാലും കൊണ്ടുവച്ചിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വരാം കേട്ടോ. കേസ് എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡ്രസ്സ് വരിയില്ല, കുളിച്ചില്ല പറയണ്ട, ആ ഡ്രസ്സ് വരി കിട്ടില്ല എന്നുള്ളൂ. പിന്നെ ഇന്നലെ ഇത് വൈകുന്നേരം ടൈം കൊണ്ട് ചളിയൊന്നും ആയിട്ടില്ല. എന്താ തണുപ്പ് അറിയോ, ഞാൻ പ്രതീക്ഷിക്കാത്ത തണുപ്പ്. ഇത്ര ദിവസം അത്ര തണുപ്പുണ്ട്. ഇത്ര ദിവസം ഞാൻ രാവിലെ എണീറ്റ് കുളിക്കുക, അപ്പോൾ അത്ര തണുപ്പുണ്ടായില്ല. ഇന്നൊരു പ്രത്യേക തണുപ്പ്. കുറച്ചേരം വെയിലത്ത് ഇതുമേ കുറച്ചേരം ഉണങ്ങാൻ നിൽക്കാം. കുറച്ച് രാവിലത്തെ വെയിലിങ്ങനെ കൊണ്ടിങ്ങനെ നിൽക്കാം. എന്താ ചെയ്യാ, എൻ്റെ കാലിൻ്റെ വല്ല കാലായിട്ട് വെച്ചിട്ടേ ഇങ്ങനെ ആകാശം നോക്കിയിരിക്കാം. നല്ല രസം, നല്ല ചെറിയ കാറ്റുണ്ട്, അത്യാവശ്യം വെയിലുണ്ട്. ഇപ്പോൾ കുറച്ച് ഉണങ്ങട്ടെ. ഞാൻ എത്ര ദിവസം പ്രതീക്ഷിക്കാത്ത വെയിലായിട്ട്, പക്ഷേ തണുപ്പായിരുന്നു വെള്ളത്തിനുണ്ടായത്. നാളെ വെള്ളം ചൂടാക്കണം. നാളെ നേരത്തെ എണീക്കണം. നാളെ ഇന്ന് കുറേ നേരം വൈകിട്ടോ എണീറ്റല്ല, 10 മണിക്ക് എണീറ്റ്. ഞാനിപ്പോൾ സൂത്രം കാണിച്ചില്ല കേട്ടോ. ഇതില്ലേ, ഈ ഡാർപ്പായി കെട്ടി വെച്ചത് ഈ കയ്യാറിൽ നേരെ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ താക്കി ഇറങ്ങിയിട്ട് ഈ വടിയിൽ കെട്ടിച്ച്, ഈ വടിയത്തെ ഒരു കയറ് നേരെ മരത്തേക്ക് പോയിട്ടുണ്ട്. ഈ വടിയിൽ കെട്ടിച്ച് ഈ വടീനെ കോലം കാണണ്ടേ ഉണ്ടോ നോക്ക്. വടി ഇങ്ങനെ പുറത്തെടുത്താ ഓക്കെ. എന്തിനാ, പുതിയ ടെക്നോളജി കണ്ടെത്തിയാണോ തോന്നുന്നത്. എന്താ പറയുക, പുതിയ ടെക്നോളജി കണ്ടെത്തി. മുമ്പ് ആകാശം ഫുള്ള് ക്ലീൻ ആട്ടെന്ന്. വൗ, ഫുള്ള് ക്ലീൻ ആകാശം. ഇപ്പോൾ ആ പൂച്ചക്കുട്ടികൾ മൊത്തം വെയിൽ കുറച്ച് ചൂടായിപ്പോണ്ടല്ല, ഇതാ വന്നിക്കും. ജിഗിരി ജിഗിരി അതാ മഞ്ഞ അവിടെ കിടന്നുറങ്ങാൻ. ഒരെണ്ണത്തേക്ക് പൊക്കിയുണ്ട് കേട്ടോ. അതാ ഇതിൻ്റെ മുട്ട വിരിഞ്ഞൊന്നും ആക്കിയില്ല, അതുകൊണ്ട് ഒന്ന് നോക്കിയോക്കാം. ഓട്ടെ ഓട്ടെ വിരിഞ്ഞിട്ടില്ല, നല്ല അത്യാവശ്യം അയക്ക്. ഇതാരും എവിടെ വിളിച്ചിക്കണേ, ഇതാരും എവിടെ വിളിച്ചിക്കണേ, പിടിച്ചിട്ടേ. ആരും എടുക്കാൻ സമ്മതിക്കണില്ല. പിടിച്ച് എനിക്കൊന്നും പേടിച്ചിട്ടുണ്ടാവും. ഞാൻ പൂച്ചക്കുട്ടികളെ കയ്യിലെടുക്കുമ്പോഴല്ലോ അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൂക്കും, എന്നിട്ട് ഇങ്ങനെ കറക്കും, ഇങ്ങനെ അറക്കും. പൂച്ചക്കുട്ടികളെ കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. കോഴിക്ക് തീറ്റ കൊടുക്കാൻ. കോഴിക്ക് ഞാൻ ഡെയിലി ഈ ടൈം ആകുമ്പോൾ കൊടുക്കണേ. ഇങ്ങനെ കയ്യിലാക്കി കൊടുക്കും കേട്ടോ. ഇങ്ങനെ കയ്യിലാക്കിയിട്ട് ഇവിടെ ഇങ്ങോട്ട് വാ. കിക്കിലാവണ് കയ്യിൽ കൊടുക്കുമ്പോണ്ടല്ലോ അതിൻ്റെ പേടി കുറച്ച് മാറും. പിന്നെ നമ്മൾ ഇതിനെ കറിയാക്കാൻ വേണ്ടിയിട്ടല്ല, എന്തിനൊരു പിടിക്കുമ്പോൾ അത് അധികം ഓടൂല. ഇങ്ങനെ കൊടുത്ത് ശീലാക്കുകയാണെങ്കിൽ
ഇന്നലെ മേടിച്ച് ഗോതമ്പാട്ടോ. ഇന്നലെ റേഷൻ കടയിൽ നിന്ന് ഇറക്കിയ ഗോതമ്പാട്ട് ഫ്രഷ് കോഴിക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചാ. കഴിഞ്ഞ് എന്താ ഇതെടുത്തോ കോഴിക്ക് തീറ്റോട്ട് കൊടുത്ത്. പിന്നെ പൂച്ചയ്ക്ക് പിന്നെ പൂച്ച എലീനും ഓരോ സാധനങ്ങളെ പിടിച്ച് തിന്നണം കൊണ്ട് പൂച്ചയ്ക്ക് പിന്നെ അതിൻ്റെ പേടിയില്ല. കിളീനൊക്കെ പിടിച്ചോണ്ടിരുന്നു. ഒരു ദിവസം കിളീനൊക്കെ പിടിച്ചോണ്ടിരുന്നു. വലിയ കിളീനൊക്കെ പിടിച്ചോണ്ടിരുന്നതാ. ആരാണ് ഈ ടൈമായി കണ്ടല്ലോ, കാണാത്തല്ല സാധനത്തിന് ഇപ്പോൾ കാണാം. ഈ ആരാണ് ഡെയിലി വിട്ടില്ല. ഞാൻ അപ്പോൾ അതാ അനീക്കിയുടെ മൊബൈലിൻ്റെ നെറ്റ് കുറച്ച് തീർത്തേക്ക്. ഇനിയിപ്പോൾ വൈകുന്നേരം വന്നാൽ എന്താ കേക്ക് അറിയില്ല. ഇപ്പോൾ കുറച്ച് കാറ്റുണ്ട്. ഇത് ചായ ചൂടാക്കിയിരിക്കണം. അത് ഒരു ഗ്ലാസ് എടുക്കാം. അന്തസ് ഏടാ നോക്ക്. ഇവിടെ ഇരിക്കാം. ഇപ്പോൾ കുറച്ചും കൂടി വൈകി കിട്ടും. അടിപൊളി. ചായ കഴിഞ്ഞ് ഇനി അടുത്ത ഗ്ലാസ് എടുക്കണോ? എന്താ ചെയ്യുക? ഒരു ഗ്ലാസും കൂടി എടുത്തിട്ട് വരാം. എന്നാൽ ഒരു ഗ്ലാസും കൂടി കുടിച്ചിട്ട് വൈകുന്നേരം അവൾ വരുമ്പോൾ എന്താ കേക്ക് അറിയില്ല, അതും കൂടി കേൾപ്പിച്ച് തരാം. ഇപ്പോൾ ഇതൊരു ഉറക്കം കഴിഞ്ഞിട്ടേ ഇങ്ങനെ നിൽക്കാം. എല്ലാവരും എത്തി കഴിഞ്ഞിട്ടാ ഇല്ല. ഹോട്ട്സ്പോട്ടാണോ ഹോട്ട്സ്പോട്ട് എൻ്റെ കയ്യില്ല. പകല് മുഴുവൻ എടുത്തില്ല. ഞാൻ അവിടെ രാത്രി ഞാൻ 2 കൊട്ട കേക്ക് പിടിക്കാൻ പോയതാ. കൊട്ട കേക്കല്ലേ സംഭവം. ഇത് പിടിക്കാൻ പോയതാ. എന്താ വെച്ചാൽ റീചാർജ് ചെയ്യാൻ പോയതാ. അപ്പം അങ്ങനെ പോയപ്പോൾ 4-5 ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ഇപ്പോൾ കണ്ണിക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ എനിക്ക് റോഡ് കാണില്ല. ഞാൻ ഇപ്പോൾ അവിടുത്തെ വെള്ളത്തിൽ വീഴാം. അപ്പോൾ ഈ റോഡ് കൂടെ അങ്ങോട്ട് കയറി പോയേനെ. ഇങ്ങനെ വെക്കാം. ഏതാ വ്യൂ ഒക്കെ. ഞാൻ അപ്പോൾ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയിട്ടുണ്ട്. ആ കൊട്ടക്കൊക്കെ തിന്നിട്ടുണ്ട്. ഞാൻ ഇതുണ്ടോ ഡെക്കറേഷനിലാക്കിയിരിക്കണ്. അല്ലാതെ നമുക്ക് നോക്കണ്ട. നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ലെങ്ത്ത് കൂട്ടിയാൽ ഇടാൻ നെറ്റ് അത്രയ്ക്ക് വേണ്ടത്. എൻ്റെ ഓഫറിന് ഞാൻ ഹോട്ട്സ്പോട്ടിലാണ് ഇത് അപ്ലോഡ് ഇന്ന് ചെയ്യേണ്ടത്. ഇന്നല്ലെങ്കിൽ ഞാൻ നാളെ ചെയ്യും. എനിക്ക് നാളെ എന്തായാലും ഓഫർ കയറ്റിട്ടുണ്ട്. ഇന്ന് ഓഫർ കഴിഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഇടാൻ പറ്റിയില്ല. അത് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.